നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പുറത്തോട്ട് പോവാണ്. വേറൊന്നിനുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നോമ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് പലചരക്ക് സാധനങ്ങളാണ് മെയിനായിട്ട് കാര്യം. 2-3 വർഷമായിട്ട് എൻ്റെ മോൻ നോമ്പ് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം നോമ്പിന്. നമ്മളിന്ന് പോകുന്നത് കോട്ടയം ലുലു മാളിലോട്ടാണ്. ഇന്ന് ഞങ്ങൾ കോട്ടയം ലുലു മാളിൽ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചത് ആലപ്പുഴയിലുള്ള റിലയൻസ് മാളിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നാണ്. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും പോയി നോക്കാം, ചിലപ്പോൾ നോമ്പ് പ്രമാണിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഓഫറുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ ചില സാധനങ്ങളൊന്നും റിലയൻസ് മാളിലൊന്നും കിട്ടത്തില്ല കേട്ടോ. അവൻ ഉദ്ദേശിക്കുന്ന പല സാധനങ്ങളും ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അതൊക്കെയാണ് അവന് വേണ്ടപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇങ്ങോട്ട് തന്നെ പോരാന്ന് വിചാരിച്ചു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ലുലു മാളിലോട്ട് എത്തി കേട്ടോ. ചെന്നപ്പോൾ തന്നെ രണ്ടുപേരും ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നത് വേറൊന്നിനല്ല കേട്ടോ, ഫണ്ടൂറായി കയറണം എന്നും പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഒരു കണക്കിന് എനിക്ക് ഫണ്ടൂറ ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ സോഫ്റ്റ് പ്ലേയിൽ നമ്മൾ കയറ്റി വിട്ട് ഇത്ര സമയത്തേക്ക് നമ്മളവിടെ അകത്തോട്ട് വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ആ സമയം കഴിയുമ്പോൾ അവർ വിളിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് വിളിച്ചാൽ മതി. ആ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാം. പിള്ളേർക്കാണെങ്കിൽ ബോറടിയും ഉണ്ടാവത്തില്ല. ഇന്നിപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവിടെ വാതിക്കൽ എന്തോ വർക്കൊക്കെ നടക്കുവാണ് കേട്ടോ. അവിടെ അടച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. ലുലു മാളിൻ്റെ അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, അകത്ത് എന്തൊക്കെയോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിറയെ ചെടികൾ, പൂവൊക്കെ ആയിട്ട് നിറയെ ചെടികളും അതുപോലെ തന്നെ സീഡിൻ്റെയും ഒക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് കയറാൻ നിന്നില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പകൽവട്ടത്തിൽ ലുലു മാളിൽ വരുന്നത്. സാധാരണ മിക്കവാറും ഞങ്ങൾ വരുമ്പോൾ 7 മണി 7:30 സമയമൊക്കെ ആവും. പിന്നെ ഓടിപ്പോയി ഹൈപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, ഇറങ്ങാമെന്നുള്ള പരിപാടിയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. പകൽവട്ടത്തൊന്ന് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം അത് വേറെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ തന്നെ ഓടി വന്ന് ഫാഷൻ സ്റ്റോറിലോട്ടാണ് കയറിയത്. അവിടെ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കയറിയപ്പോൾ മക്കളെയും കൂടെ കൂട്ടി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഇട്ട് നോക്കുകയൊക്കെ ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓഫറൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ട് വലിച്ചുവാരി ഇട്ടേക്കുവാണെങ്കിൽ ഇതെല്ലാം ഒതുക്കി പറക്കി വെക്കണം. അപ്പോൾ ഞാൻ ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് വാങ്ങിച്ചത് കുഷ്യൻ കവറാണ്. ഈ ബാത്ത് ടവലൊക്കെ ഞാൻ ഓഫറിന് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. കുഷ്യൻ കവർ ഒരെണ്ണം ഒരെണ്ണം ഇടാനായിട്ടുള്ള കുഷ്യൻ കവർ ഇല്ലായിരുന്നു. അത് കഴുകി ഉണങ്ങിയതിന് ശേഷമാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് അത്യാവശ്യമായിട്ടൊരു 7-8 എണ്ണം വാങ്ങിച്ചു. പിന്നെന്താ, ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടുന്ന മാറ്റ് വാങ്ങിച്ചു കേട്ടോ. 2 എണ്ണം അത്യാവശ്യമായിരുന്നു, അത് 2 എണ്ണം വാങ്ങി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹെയർ ഡ്രയർ. കുറേ നാളായി ഹെയർ ഡ്രയർ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അടുത്ത സമയമാവട്ടെ ആകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഫിലിപ്സിൻ്റെ ഹെയർ ഡ്രയറിന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങി.